कांग्रेस जो झूठ की दुकान लगाने में लगी हुई है वो दुकान नहीं चलेगी। कभी ये फौज को नीचा दिखाने का काम करते हैं और कभी रेलवे को नीचा दिखाने का काम करते हैं। ये राजनीति नहीं चलेगी अध्यक्ष जी। സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന്റെ ചാരുതയോടെയും പക്വതയോടെയും കാര്യങ്ങൾ വസ്തുതാപരമായി നമ്മളെ മനസ്സിലാക്കി തരും വിധം സംസാരിക്കുന്ന ശ്രീ അശ്വിനി വൈഷ്ണവ് എന്ന കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആദ്യമായി അശ്വിനി വൈഷ്ണവ് ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് സ്പീക്കർ ഓം ബിർള അതിശയത്തോടെ പുഞ്ചിരിക്കുന്നതും കാണാം. എന്തിനാണ് കേന്ദ്ര റെയിൽ ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ ഇത്രയും ദേഷ്യത്തോടെ പെരുമാറിയത്? കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിൻ്റെ ലോക്സഭാ പ്രസംഗം പൂർണ്ണമായി ഇനി മലയാളത്തിൽ കാണാം. ബഹുമാനപ്പെട്ട അധ്യക്ഷജി, ഞാൻ ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നെപ്പോലെ ഒരു സാധാരണ പ്രവർത്തകന് രാജ്യത്തെ സേവിക്കാനുള്ള ഇത്രയും വലിയ ഉത്തരവാദിത്തം നൽകിയതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ വകുപ്പുകളിൽ എൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ഒപ്പം നിന്ന് പിന്തുണയ്ക്കുന്നതിന്, വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതിന്, ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി റിവ്യൂ ചെയ്ത് വിശകലനം ചെയ്യുന്നതിന്, ആ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന 12 ലക്ഷം ഉദ്യോഗസ്ഥർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ രാജ്യത്തെ 20,000 ട്രെയിനുകളുടെ സർവീസ് നിരന്തരം നടത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന, ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുന്ന ആ ഉദ്യോഗസ്ഥരാണ് റെയിൽവേയുടെ കരുത്ത്. അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. മാന്യ അധ്യക്ഷജി, റെയിൽവേ എന്നത് ഭാരതത്തിൻ്റെ ലൈഫ് ലൈൻ തന്നെയാണ്. റെയിൽവേ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പാണ്. അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു യാത്രാ സംവിധാനവുമാണ് റെയിൽവേ. ഞാൻ ഇവിടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും ഇതുകൂടി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. റെയിൽവേയിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്താതെ എങ്ങനെ റെയിൽവേ കൂടുതൽ ലാഭകരമാക്കാം, എങ്ങനെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം, എത്ര പുതിയ ടെക്നോളജികൾ റെയിൽവേയിൽ കൊണ്ടുവന്ന് നമുക്ക് റെയിൽവേ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ അങ്ങയിലൂടെ വളരെ സന്തോഷത്തോടെ തന്നെ പറയട്ടെ, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ പ്രതിപക്ഷത്തു നിന്നും ഉയർന്ന നല്ല ചർച്ചകളിൽ ഞാൻ സന്തുഷ്ടനാണ്. തീർച്ചയായും റെയിൽവേയെ ഏതൊക്കെ രീതിയിൽ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല അഭിപ്രായങ്ങളും ഇവിടെ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ റെയിൽവേയെക്കുറിച്ചുള്ള പല സംശയങ്ങളും ഇവിടെ നിന്ന് പ്രതിപക്ഷത്തു നിന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം കൂടി ഒരു 10 പോയിന്റുകളാക്കി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് അധ്യക്ഷജി, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളവർ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പോരാടുന്നവരാണ്. രാജ്യം ഒന്നാമത്, ജനങ്ങൾ ഒന്നാമത് എന്ന ചിന്തയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ പരാതികൾക്കും, എല്ലാത്തിനും ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. ഒരു ചോദ്യത്തിൽ നിന്നും ഞങ്ങൾ ഒളിച്ചോടില്ല. അങ്ങനെ ഒളിച്ചോടുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല. നമ്മുടെ രാജ്യത്തെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് പോലും വളരെ കൂടിയ ദൂരം ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ റെയിൽവേ പ്രവർത്തിക്കുന്നത്. റെയിൽവേ എന്നത് ഈ സാധാരണക്കാരുടെ ആശ്രയമായ ഒരു യാത്രാമാർഗമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുള്ള എല്ലാ സാധാരണക്കാർക്കും എത്രത്തോളം നന്നായി റെയിൽവേ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് കഴിഞ്ഞ 10 വർഷവും ഞങ്ങൾ പ്രവർത്തിച്ചത്. ഒരുപാട് പരിഷ്കാരങ്ങൾ റെയിൽവേയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും ആ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും ആദ്യം ജനറൽ കോച്ചുകളുടെ എണ്ണത്തിൽ കുറവുള്ളതിനെക്കുറിച്ച് പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ആദരണീയ അധ്യക്ഷജി, റെയിൽവേയിൽ ബോഗികളുടെ കണക്കെടുത്താൽ ആകെയുള്ള ബോഗികളിൽ 1/3 ഭാഗവും AC ആണ്. 2/3 ഭാഗമാണ് ജനറൽ കോച്ചുകളും സ്ലീപ്പർ കോച്ചുകളുമായിട്ടുള്ളത്. ആ അനുപാതം കൃത്യമായി തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് ഇനിയും കൂടുതൽ ജനറൽ കോച്ചുകൾ വേണമെന്നുള്ളതാണ്. തീർച്ചയായും ജനങ്ങളുടെ ആ പരാതി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ പുതുതായി 2500 ജനറൽ കോച്ചുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഉറപ്പു തരുന്നു, ഇനി ഈ രാജ്യത്തോടുന്ന എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളിലും കുറഞ്ഞത് 4 ജനറൽ കോച്ചുകൾ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ജനറൽ കോച്ചുകളുടെ നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അധ്യക്ഷജി, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. വരും കാലത്തേക്കുള്ള ആവശ്യകതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ 10,000 പുതിയ ജനറൽ കോച്ചുകൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. 10,000 ജനറൽ കോച്ചുകൾ. ആ പ്രൊജക്റ്റ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ജനറൽ കോച്ചുകളെക്കുറിച്ചുള്ള പരാതി ഈ രാജ്യത്ത് എവിടെയും ഉണ്ടാകില്ല എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു. അതിന് അധ്യക്ഷജി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത ഒരു പദ്ധതിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള ട്രെയിൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും വിധം യാത്രാ ചെലവ് കുറവുമായിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. ആ ചിന്താഗതിയുടെ ഭാഗമായി ഉണ്ടായതാണ്
അമൃത് ഭാരത് ട്രെയിൻ. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഈ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ടെസ്റ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കുകയും 2 അമൃത് ഭാരത് സർവീസ് ഈ രാജ്യത്ത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അയോധ്യയിലെ പ്ലാന്റിൽ നിന്നാണ് ഈ ട്രെയിനിൻ്റെ പ്രൊഡക്ഷൻ പൂർത്തിയാക്കിയത്. ഒരു അമൃത് ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നത് മാൽഡയിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ്, മറ്റൊന്ന് ദർഭംഗയിൽ നിന്ന് ദില്ലിയിലേക്ക്. ആദരണീയ അധ്യക്ഷജി, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയ ഈ അമൃത് ഭാരത് ട്രെയിനിൽ 22 കോച്ചുകളിൽ പകുതിയും AC കോച്ചുകളും പകുതി ജനറൽ കോച്ചുകളുമാണ്. മാത്രമല്ല ഈ ട്രെയിനിൻ്റെ ഫെസിലിറ്റീസ് നോക്കിയാൽ, സൗകര്യങ്ങൾ നോക്കിയാൽ വേൾഡ് ക്ലാസ് ആണെന്ന് പറയാം. ഭാരതം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രയും മികച്ച ട്രെയിനുകളാണ് നമ്മൾ നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ 2 സർവീസുകൾ തുടങ്ങിയതിന് ശേഷം ജനങ്ങൾക്ക് വളരെ വലിയ താല്പര്യമാണ് ഈ ട്രെയിനോടുള്ളത്. ആ താല്പര്യം മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പുതിയ 50 അമൃത് ഭാരത് എക്സ്പ്രസ് തുടങ്ങാനുള്ള അനുവാദവും റെയിൽവേ വകുപ്പിന് നൽകിയിട്ടുണ്ട്. ആദരണീയ അധ്യക്ഷജി, ഇത്രയും മികച്ച ഈ ട്രെയിനിൽ 1000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് വെറും 400-450 രൂപ മാത്രമേ ചിലവാകുകയുള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, 1970കളിൽ ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ 80കളിൽ ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ 90കളിൽ ഡിസൈൻ ചെയ്ത പല കോച്ചുകളുമാണ് റെയിൽവേയിൽ ഉണ്ടായിരുന്നത്. അത്തരം ട്രെയിനുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ സ്റ്റാർട്ടാവുമ്പോൾ തന്നെ വലിയൊരു ജർക്കിംഗ് ഉണ്ടാവും, വലിയൊരു കുലുക്കമുണ്ടാകും. മാത്രമല്ല യാത്രയിലുടനീളം നമുക്ക് ആ കുലുക്കം അനുഭവപ്പെടും. എന്നാൽ അമൃത് ഭാരത് ട്രെയിനിൽ സെമി പെർമനൻറ്റ് കപ്ലർ എന്നൊരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാറിലിരിക്കുന്ന ഫീൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു തരത്തിലുള്ള കുലുക്കവും ഈ അമൃത് ഭാരത് ട്രെയിനിൽ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ആ രീതിയിലാണ് നമ്മൾ ഈ ട്രെയിൻ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൂടാതെ നിരവധി സൗകര്യങ്ങൾ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. നല്ല ടോയ്ലറ്റുകൾ, മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ, എൻ്റർടൈൻമെൻറ്റിനായി TV കാണാനുള്ള സൗകര്യങ്ങൾ, CCTV ഫെസിലിറ്റീസ്, മാത്രമല്ല ബർത്തിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെപ്പുകളൊക്കെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദരണീയ അധ്യക്ഷജി, എനിക്കിതോടെ പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതിപക്ഷത്തുള്ള പല അംഗങ്ങൾ പോലും 2 ദിവസമായി നടന്ന ചർച്ചയിൽ ഇവിടെ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സഭയ്ക്ക് പുറത്ത് വന്ദേ ഭാരതിനെ കുറ്റപ്പെടുത്തി പലതും പറയാറുണ്ടെങ്കിലും സഭയ്ക്കുള്ളിൽ അവർ പുതിയ വന്ദേ ഭാരത് അവരവരുടെ മണ്ഡലങ്ങളിൽ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും വന്ദേ ഭാരത് ട്രെയിനിനെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത്. തെളിവോടുകൂടി അവരുടെ മണ്ഡലത്തിലേക്ക് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അവർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായും എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിന്, ആ ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം ഉണ്ടാക്കിയ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഈ ട്രെയിനിനെ നിങ്ങൾ അംഗീകരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നന്ദിയുമുണ്ട്. 2014 പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2015 നമ്മുടെ രാജ്യത്തിന് ഒരു വേൾഡ് ക്ലാസ് സെമി ഹൈസ്പീഡ് ട്രെയിൻ ആവശ്യമുണ്ട് എന്നുള്ള ചർച്ചകൾ വന്നത്. തീർച്ചയായും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള നല്ല സൗകര്യമുള്ള ട്രെയിനുകൾ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി ഇതുകൂടി പറഞ്ഞു. ആദരണീയ അധ്യക്ഷജി, ഇത് തീർച്ചയായും സഭയുടെ റെക്കോർഡിൽ വെക്കേണ്ടതാണ്. അങ്ങനെ പുതിയ ട്രെയിനുകളെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ തന്നെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പഷ്ടമായി തന്നെ പറഞ്ഞു, മുൻ സർക്കാരുകളുടെ പഴയ പദ്ധതി ഉണ്ടല്ലോ, രാജ്യത്തിന് പുറത്ത് ട്രെയിനുകൾ ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ആ പരിപാടി വേണ്ട എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർക്കശമായി തന്നെ പറഞ്ഞു. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, എനിക്ക് നമ്മുടെ ഭാരതത്തിലെ എഞ്ചിനീയർമാരുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ കഴിവിനെക്കുറിച്ച് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ രാജ്യത്തെ ഡിസൈനർമാരെ എനിക്ക് വിശ്വാസമുണ്ട്. ഈ രാജ്യത്തെ ഇലക്ട്രീഷ്യന്മാരെ, ഈ രാജ്യത്തെ ടെക്നീഷ്യന്മാരെ, ഈ രാജ്യത്തെ വെൽഡർമാരെ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് പുതുതായി ആവശ്യം വരുന്ന സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം എന്ന നിർബന്ധ ബുദ്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ കരുത്തിനെക്കുറിച്ച്, ഭാരതത്തിലെ യുവാക്കളുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ സാമർഥ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച ആ ആത്മവിശ്വാസമുണ്ടല്ലോ, അതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇന്ന് ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഏതാണ്ട് 100-ലധികം വന്ദേ ഭാരത് സർവീസുകൾ ഇന്ന് ഇവിടെ സർവീസ് നടത്തുന്നത്. അതിനുശേഷം പദ്ധതി പൂർത്തിയാക്കി ട്രെയിനുകൾ തയ്യാറായി സർവീസ് നടത്താൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്ത് കേരളം മുതൽ കാശ്മീർ വരെ പോകണം, ഗുജറാത്ത് മുതൽ ആസാം വരെ പോകണം, ഈ രാജ്യത്തുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകണം വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമായിരുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള പക്ഷാഭേദവും ഞങ്ങൾ കാണിച്ചിട്ടില്ല. വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റെയിൽവേയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു വകുപ്പിലും ഒരു തരത്തിലുമുള്ള വിവേചനവും
പക്ഷഭേദവും ഉണ്ടാകില്ല എന്ന് ഞാൻ ഈ സഭയിൽ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ട്രെയിൻ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രെയിൻ ഉൽപ്പാദനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യം നോക്കിയാലും ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യം നോക്കിയാലും നമ്മൾ പൂർണ്ണമായും രാജ്യത്തെ മാത്രമാണ് മനസ്സിൽ കാണുന്നത്. അല്ലാതെ ഒരു തരത്തിലും ഒരു സംസ്ഥാനത്തെയും ഞങ്ങൾ മാറ്റി നിർത്താറില്ല. സാധാരണക്കാരുടെ യാത്രകൾ കൂടുതൽ സുഗമമാക്കുന്നതിനായി പുതിയ 2 പദ്ധതികൾ കൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടി ഈ സഭയ്ക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന് ദൂരദൈർഘ്യം കുറഞ്ഞ വലിയ നഗരങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു സർവീസാണ്. അതായത് 200-300 കിലോമീറ്റർ മാത്രം ദൂരമുള്ള 2 നഗരങ്ങളെ മാത്രം കണക്ട് ചെയ്യുന്ന പ്രാദേശിക ട്രെയിനുകൾ. മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഈ രീതിയിലുള്ള സർവീസുകളുണ്ട്. അത് നമ്മുടെ ഭാരതത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് വന്ദേ മെട്രോ. അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ വന്ദേ മെട്രോ എന്ന് പറയുന്ന ട്രെയിൻ കപൂർത്തലയിലെ ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കി അതിന് ടെസ്റ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട പല നഗരങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കും. തീർച്ചയായും അധ്യക്ഷജി, ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. വന്ദേ ഭാരത് ജനങ്ങൾ സ്വീകരിച്ചതുപോലെ അമൃത് ഭാരത് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതുപോലെ വന്ദേ മെട്രോയും ജനങ്ങൾ സ്വീകരിക്കുമെന്ന്. കാരണം ഇത് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഭാരതം സ്വയം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന അത്യാധുനിക ട്രെയിനുകളാണ്. വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയാണ് ആ ട്രെയിനുകളിലെല്ലാം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. റെയിൽവേയുടെ മുഖം തന്നെ മാറ്റാൻ പോവുകയാണ് വന്ദേ ഭാരത്, അമൃത് ഭാരത്, വന്ദേ മെട്രോ തുടങ്ങിയ സർവീസുകൾ. അതുകൊണ്ട് ഈ പദ്ധതി അവസാനിക്കുന്നില്ല കേട്ടോ. ദൂരം കൂടുതലുള്ള നഗരങ്ങൾ അവയെ കണക്ട് ചെയ്യുന്നതിനായി, അതായത് 700 മുതൽ 1000-1200 കിലോമീറ്റർ വരെ ദൂരമുള്ള നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വന്ദേ സ്ലീപ്പർ എന്നൊരു സർവീസ് കൂടി ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഡിസൈൻ പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് സർവേ ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടാണ് വളരെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് വന്ദേ സ്ലീപ്പറായും തയ്യാറാക്കിയിരിക്കുന്നത്. വന്ദേ സ്ലീപ്പറിൻ്റെയും ആദ്യ ട്രെയിനിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സർവീസും ഈ രാജ്യത്ത് തുടങ്ങും. അതിനിടെ അധ്യക്ഷജി, ഇപ്പോൾ ഈ രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ, ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്ന അമൃത് ഭാരത് ട്രെയിനുകൾ, വരാൻ പോകുന്ന വന്ദേ മെട്രോ, വന്ദേ സ്ലീപ്പർ, ഈ 4 ട്രെയിനുകൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മുഖം തന്നെ മാറ്റാൻ പോകുന്ന പുതിയ സർവീസുകളാണ്. ഈ 4 ട്രെയിനുകൾ കൂടി ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ സംസ്ഥാനത്തും കൂടി സർവീസ് നടത്തുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ റെയിൽവേയുടെ മുഖം തന്നെ മാറാൻ പോവുകയാണ്. ഏതാണ്ട് 700 കോടി യാത്രക്കാരാണ് ഒരു വർഷം ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നത്. 700 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആകെയുള്ളത് 140 കോടി ആളുകളാണ്. പക്ഷേ ഒരാൾ തന്നെ ഒരു ട്രെയിൻ 2, 3, 4 തവണ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ കണക്ക് കൂട്ടിയാൽ ഇന്ത്യൻ റെയിൽവേ യാത്രാമാർഗമായി ഉപയോഗിക്കുന്നത് ഏതാണ്ട് 700 കോടി ഭാരതീയരാണ് ഒരു വർഷം. ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. പാസഞ്ചർ സേഫ്റ്റി. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിപക്ഷത്തു നിന്ന് ബഹളമുണ്ടാക്കിയതും ഈ വിഷയത്തിലാണ്. ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം ഈ രാജ്യത്തെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തി തുടങ്ങിയ സ്റ്റെപ്പുകൾ ഞാൻ ഓരോന്നോരോന്നായി പറയാം. അതിനുശേഷം ആ സ്റ്റെപ്പുകൾ മൂലമുണ്ടായ ഗുണങ്ങളും നേട്ടങ്ങളും ഞാൻ ഇവിടെ വിശദീകരിക്കാം. ആദരണീയ അധ്യക്ഷജി, ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയായിരുന്നു ആളില്ലാത്ത ലെവൽ ക്രോസുകൾ. അത് കാരണം ഒരുപാട് അപകടങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ, ട്രക്കുകൾ, സ്കൂട്ടർ, സൈക്കിൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ലെവൽ ക്രോസിൽ ആളില്ലാത്തത് കാരണം ട്രെയിനിൻ്റെ മുമ്പിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ആദരണീയ അധ്യക്ഷജി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2014 ശ്രീ നരേന്ദ്രമോദിജി അധികാരത്തിലെത്തുമ്പോൾ ഏതാണ്ട് 9000 ആളില്ലാത്ത ലെവൽ ക്രോസുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. 2019 തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ടൈം പൂർത്തിയാക്കുമ്പോൾ തന്നെ മുഴുവൻ ആളില്ലാ ലെവൽ ക്രോസുകളും നമ്മൾ ഇല്ലാതാക്കി. ഓരോ സ്ഥലത്തിൻ്റെയും ആവശ്യമനുസരിച്ച് ചില സ്ഥലത്ത് റെയിൽ ഓവർബ്രിഡ്ജുകൾ ഉണ്ടാക്കി, ചിലയിടത്ത് അണ്ടർപാസുകൾ ഉണ്ടാക്കി, ചിലയിടത്ത് ഗേറ്റുകൾ സ്ഥാപിച്ചു. അങ്ങനെ ഈ രാജ്യത്തുണ്ടായിരുന്ന 9000-ലധികം ആളില്ലാ ലെവൽ ക്രോസുകൾ 2019 തന്നെ ഒന്നാം ടൈമിൻ്റെ അവസാന കാലത്ത് തന്നെ നരേന്ദ്രമോദി സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. റെയിൽവേയിൽ സുരക്ഷാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെയിൽവേ സ്റ്റേഷനുകളുടെ നിയന്ത്രണം പൂർണ്ണമായും ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സംവിധാനത്തിന് കീഴിലാക്കുക എന്നത്. അതിനെ ഡിജിറ്റൽ കൺട്രോളിംഗ് എന്നും പറയാറുണ്ട്. ഏതാണ്ട് 1980-90കളിൽ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരവരുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിലും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തിൽ ഈ സിസ്റ്റം ചെയ്യുന്നതിൻ്റെ വേഗത വളരെ കുറവായിരുന്നു. ഉദാഹരണം നോക്കിയാൽ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യത്താകെ വെറും 800-ൽ താഴെ റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. എന്നാൽ 2014 മുതൽ 2024 വരെയുള്ള കഴിഞ്ഞ 10 വർഷം നോക്കിയാൽ രാജ്യത്താകെ 2968 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സംവിധാനത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൽ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ഇൻ്റർലോക്കിംഗ് സംവിധാനം പല കമ്പനികളുടേതുണ്ട്.
അത് പരസ്പരം ഇൻ്റർഫേസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് രാജ്യത്തുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലെയും പല കമ്പനികളുടെ ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സംവിധാനം പോലും നമുക്ക് അത് ഒരുമിച്ച് ഇൻ്റർഫേസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തുള്ളത് 8000 റെയിൽവേ സ്റ്റേഷനുകളാണ്. ഈ 8000 റെയിൽവേ സ്റ്റേഷനിലും ഈ ഡിജിറ്റൽ ഇൻ്റർലോക്കിംഗ് സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ ഏർപ്പെടുത്തുമെന്നും ഈ സഭയ്ക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതൊരു മിഷനായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനുകളിലും ഈ ഡിജിറ്റൽ ഇൻ്റർലോക്കിംഗ് സംവിധാനം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണം വളരെയധികം കുറയ്ക്കാൻ കഴിയും. റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വസ്തുതയാണ് ലോക്കോമോട്ടീവ്സിൻ്റെ അകത്ത് നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരു കൺട്രോൾ സിസ്റ്റം. അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തു നിന്ന് പല അംഗങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കവച് എന്ന സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ് വളരെ വിശദമായി എനിക്കിന്നിവിടെ പറയാനുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഡോക്ടർ കാക്കോലിജി ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന മമതാ ബാനർജി മുൻപ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ആൻറ്റി കൊളീജിയൻ ഡിവൈസ് എന്നൊരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്ന്. ഞാനിതിൽ ഒരു രാഷ്ട്രീയവും കലർത്താതെ അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആദരണീയ അധ്യക്ഷജി, നമ്മുടെ ഈ ട്രെയിനിൻ്റെ സുരക്ഷാ സംവിധാനമുണ്ടല്ലോ, അതിനെ വിളിക്കുന്നത് ATP എന്നാണ്, ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം. ലോകത്തെല്ലായിടവുമുള്ള ഈ ട്രെയിനിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പല പേരുണ്ടെങ്കിലും അതിനെ പൊതുവായി പറയുന്ന പേര് ATP എന്നാണ്. ലോകത്തുള്ള ഏത് രാജ്യങ്ങളെടുത്താലും, ജർമ്മനി ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും 1970 മുതൽ തന്നെ അതാത് രാജ്യങ്ങളിൽ ഈ ATP സിസ്റ്റം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 1980 അല്ലെങ്കിൽ 1990 തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം അവരുടെ പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സിസ്റ്റത്തിലും അവർക്ക് ATP സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 20 വർഷമെടുത്തെങ്കിലും 1990 തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ATP സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. പിന്നീട് അതിൽ പല നവീകരണവും വന്നിട്ടുണ്ട്. പക്ഷേ ആ സിസ്റ്റം ഈ രാജ്യങ്ങളിലെല്ലാം 1990 തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ATP സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണ്. ഡ്രൈവർ ഏതെങ്കിലും കാരണത്താൽ സിഗ്നൽ കാണാതെ പോവുകയാണെങ്കിൽ, സിഗ്നൽ മിസ് ചെയ്യുകയാണെങ്കിൽ, കാരണം കാലത്തിനനുസരിച്ച് ട്രെയിനിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മുൻപ് 60 km/h പോയിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് 90 110 ഇപ്പോൾ 160 കിലോമീറ്ററിന് മുകളിൽ നമ്മുടെ ട്രെയിൻ പോകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വേഗത കൂടുമ്പോൾ സിഗ്നൽ കാണാനുള്ള സമയം കുറയുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഡ്രൈവർമാർക്ക് ഈ സിഗ്നൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ട്രെയിൻ ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ചെയ്യുന്നൊരു സംവിധാനമാണ് ഈ ATP. അതുകൊണ്ട് തന്നെയാണ് ഇത് സുരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. ആദരണീയ അധ്യക്ഷജി, എനിക്കിതോടെ പറയാതിരിക്കാനാവില്ല, നിർഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തിൽ ഏതാണ്ട് 58 വർഷം തുടർച്ചയായി ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചിട്ടും നമ്മുടെ രാജ്യത്തെ റെയിൽവേ നെറ്റ്വർക്കിൽ 1 കിലോമീറ്ററിൽ പോലും ഈ സിസ്റ്റം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തീർച്ചയായും ഞാൻ നന്ദി പറയുന്നുണ്ട്. പല പരീക്ഷണങ്ങളും ഇത് സംബന്ധിച്ച് ഇവിടെ നടത്തിയിരുന്നു. ഞാൻ അതിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പറയാം. എന്തിനാണോ നമ്മൾ ATP എന്ന് പറയുന്ന ഒരു സിസ്റ്റം റെയിൽവേ നെറ്റ്വർക്കിൽ സ്ഥാപിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം പൂർണ്ണമാകുന്ന തരത്തിലായിരുന്നില്ല ആ പരീക്ഷണങ്ങളൊന്നും തന്നെ. മമതാ ദീദി റെയിൽ മന്ത്രിയായിരുന്ന കാലത്ത് 2006-2007 ആൻറ്റി കൊളീജിയം സിസ്റ്റം ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 1500 കിലോമീറ്റർ റെയിൽ നെറ്റ്വർക്കിൽ അത് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആദരണീയ അധ്യക്ഷജി, ലോകത്തെവിടെയാണെങ്കിലും ഏതൊരു സേഫ്റ്റി ഡിവൈസ് നമ്മൾ സ്ഥാപിക്കണമെങ്കിലും അതിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. SIL സർട്ടിഫിക്കറ്റ്, അതായത് സേഫ്റ്റി ഇൻറ്റഗ്രിറ്റി ലെവൽ സർട്ടിഫിക്കറ്റ്. ആദരണീയ അധ്യക്ഷജി, തൊഴിൽപരമായി ഞാനൊരു എഞ്ചിനീയറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ പറയാം. എനിക്ക് രാഷ്ട്രീയ പരിചയം വളരെ കുറവാണ്. പക്ഷേ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എൻ്റെ അറിവുകൾ കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് സേഫ്റ്റി ഇൻറ്റഗ്രിറ്റി ടെസ്റ്റുകൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ 4 വിഭാഗങ്ങളുണ്ട്. പ്രതിപക്ഷം പറയുന്ന നേരത്തെ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ആൻറ്റി കൊളീജിയം സിസ്റ്റം ഉണ്ടല്ലോ, അതിന് ഈ ലെവൽ 1 സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 2012 കോൺഗ്രസ് ഭരിക്കുന്ന അതേ കാലത്ത് തന്നെ ഈ ആൻറ്റി കൊളീജിയൻ സിസ്റ്റം പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ട് വരികയും അവർ തന്നെ ആ സിസ്റ്റം ഉപേക്ഷിക്കുകയും ചെയ്തു, അവരുടെ കാലത്ത് തന്നെ. ഞാൻ ഒരിക്കലും ഇത് രാഷ്ട്രീയം പറയുന്നതല്ല കേട്ടോ, ഞാൻ വസ്തുതാപരമായി സംഭവിച്ച കാര്യം പറഞ്ഞതാണ്. പല ശ്രമങ്ങളും അവർ നടത്തി, പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത് റെയിൽവേ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തോട് അവരുടെ സമീപനം ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ബഹളം തുടങ്ങുന്നുണ്ട്. ഏക് സെക്കൻഡ്, ഞാൻ കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് വസ്തുത എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നുകൊള്ളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടെ അധ്യക്ഷ് ജി, അതുകൊണ്ട് തന്നെ 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം റെയിൽവേയിൽ ആൻറ്റി പ്രൊട്ടക്ഷൻ സിസ്റ്റം സ്ഥാപിക്കണം എന്നുള്ള ദൃഢനിശ്ചയമെടുക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2017 കവച് എന്ന ഈ ഭാരതത്തിൻ്റെ സ്വന്തം ATP സിസ്റ്റം തയ്യാറാവുകയും ചെയ്തു. ആദ്യം ഇതിൻ്റെ പേര് ട്രെയിൻ കൊളീഷൻ അവോയ്ഡിംഗ് സിസ്റ്റം എന്നായിരുന്നു. 2017 ഭാരതത്തിൻ്റെ സ്വന്തം കവച് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതിന് 2019 ആഗോള സുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. വെറും സർട്ടിഫിക്കറ്റ് അല്ല, ലോകത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഏറ്റവും വിലയേറിയ സർട്ടിഫിക്കറ്റ് SIL ലെവൽ 4 സർട്ടിഫിക്കറ്റാണ് ഭാരതത്തിൻ്റെ കവചിന് ലഭിച്ചത്. സുരക്ഷാ ഉപകരണങ്ങളിൽ ലോകത്തിൽ ലഭിക്കാൻ ഏറ്റവും പ്രയാസമേറിയ സർട്ടിഫിക്കേഷനാണ് ലെവൽ 4 എന്ന സർട്ടിഫിക്കേഷൻ. അതാണ് ഭാരതത്തിൻ്റെ കവചിന് ലഭിച്ചത്. അത്തരമൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ട്രയലുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു സിസ്റ്റം സ്ഥാപിച്ചതിന് ശേഷം സർട്ടിഫിക്കേഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിന് ആദ്യം സർട്ടിഫിക്കേഷൻ വാങ്ങിയെടുത്തതിന് ശേഷം നമ്മുടെ റെയിൽ നെറ്റ്വർക്കുകളിൽ സ്ഥാപിക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. അതിനുശേഷം 2020-21 കോവിഡ് കാരണം ലോക്ക്ഡൗണുകളുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ഇതിൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. രാജ്യത്താകെ കവച് സിസ്റ്റം നിർമ്മിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായി 3 വലിയ നിർമ്മാതാക്കളെ കൂടി, 3 വലിയ കമ്പനികളെ കൂടി നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി പരിശീലനം നൽകി അവരെ തയ്യാറാക്കി. അങ്ങനെ 2022 ഭാരതത്തിൽ കവച് സിസ്റ്റം സ്ഥാപിക്കാൻ തുടങ്ങിയത്. ആദ്യമായി പൈലറ്റ് പ്രൊജക്റ്റ് പോലെ 3000 കിലോമീറ്ററിലേക്ക് കവച് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. നമ്മുടെ രാജ്യത്തിൽ പലതരത്തിൽ കാലാവസ്ഥാ വ്യതിയാനമുള്ള സ്ഥലമാണ്, മാത്രമല്ല പലതരത്തിലുള്ള ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ സമയമെടുത്ത് മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മരുഭൂമിയിലൂടെയും ട്രെയിൻ ഓടുന്നുണ്ട്, പർവ്വത പ്രദേശങ്ങളിലൂടെയും ട്രെയിൻ ഓടുന്നുണ്ട്, വയൽ പോലെയുള്ള മേഖലകളിലൂടെ ട്രെയിൻ ഓടുന്നുണ്ട്. ഭാരതത്തിലെ എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ കവച് എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനത്തിൻ്റെ 4ാമത്തെ വെർഷൻ കൂടി നമ്മുടെ ഭാരതം 2024 തുടക്കത്തിൽ തയ്യാറാക്കി അപ്രൂവൽ നേടിയെടുത്തിട്ടുണ്ട്. കവച് സിസ്റ്റം നിർമ്മിക്കാനും സ്ഥാപിക്കാനും പരിശീലനം നൽകിയിട്ടുള്ളത് 3 വലിയ കമ്പനികൾക്കാണ്. അതിനോടൊപ്പം 2 പുതിയ കമ്പനികൾ കൂടി നമ്മളിപ്പോൾ പരിശീലനം നൽകുന്നുണ്ട്. രാജ്യത്തെ ഏതാണ്ട് 8000-ലധികം എഞ്ചിനീയേഴ്സിന് ഈ കവച് ഉണ്ടാക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമുള്ള പരിശീലനവും നമ്മൾ നൽകിക്കഴിഞ്ഞു. മാത്രമല്ല വരും കാലത്ത് കൂടുതൽ ടെക്നീഷ്യൻസിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി 6 യൂണിവേഴ്സിറ്റികളിൽ ഈ കവചിനെ കുറിച്ചുള്ള സിസ്റ്റം പഠിപ്പിക്കുന്നുമുണ്ട്. ഈ രീതിയിൽ വളരെ വിശാലമായ ഒരു സിസ്റ്റമാണ് ഈ കവച് രാജ്യമാകെ നടപ്പിലാക്കണമെങ്കിൽ വേണ്ടത്. അതിൽ തന്നെ 2200 കിലോമീറ്ററോളം കവച് ഇൻസ്റ്റോൾ ചെയ്തു കഴിഞ്ഞു. ഇതുകൂടാതെ രാജ്യത്ത് പുതിയതായി 9000 കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്കിൽ കൂടി കവച് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇതിനോടൊപ്പം തന്നെ ഒരു സിസ്റ്റം ലോക്കോമോട്ടീവിനകത്തും സ്ഥാപിക്കേണ്ടതുണ്ട്. വളരെ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ 10,000 ലോക്കോമോട്ടീവ്സിനകത്തും ഈ കവചുമായി ബന്ധപ്പെട്ട സിസ്റ്റം സ്ഥാപിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷത്തു നിന്ന് വീണ്ടും ബഹളമുണ്ടാക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മുൻപ് നടന്ന ട്രെയിൻ അപകടത്തെ ഓർമ്മിപ്പിക്കും വിധം പ്രതിപക്ഷത്തു നിന്ന് ബാലാസോർ എന്ന് വിളിക്കുന്നുണ്ട്. അത് അശ്വിനി വൈഷ്ണവിനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ബാലാസോറിൽ എന്താണ് സംഭവിച്ചത് എന്നൊരാൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അത് അശ്വിനി വൈഷ്ണവിനെ അസ്വസ്ഥനാക്കുന്നുമുണ്ട്. അതിനിടെ അധ്യക്ഷ് ജി, ഞാൻ ഒരു രാജ്യത്തിൻ്റെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ വളരെ വിശദമായി തന്നെ പറയട്ടെ. നമ്മുടെ രാജ്യത്തെ റെയിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 70,000-ലധികം കിലോമീറ്ററാണ്. അതിൻ്റെ പകുതി പോലുമില്ലാത്ത രാജ്യത്ത് പോലും ATP സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് 20 വർഷമെടുത്തു. ഏതാണ്ട് 2000-ലധികം കിലോമീറ്ററിൽ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്താകെ എല്ലാ റെയിൽ നെറ്റ്വർക്കിലും നമുക്കത് പൂർത്തിയാക്കാനാവുകയും ചെയ്യും. ഞാൻ ഈ സഭയിലൂടെ പ്രതിപക്ഷാംഗങ്ങൾക്കും രാജ്യത്തിലെ ജനങ്ങൾക്കും ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. കവച് സിസ്റ്റം രാജ്യത്തെ 70,000-ലധികം കിലോമീറ്റർ റെയിൽ നെറ്റ്വർക്കിൽ സ്ഥാപിക്കുന്നതിന് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള പിഴവുകളും വരുത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തെ മുഴുവൻ റെയിൽ നെറ്റ്വർക്കിലും ഞങ്ങൾ കവച് സിസ്റ്റം സ്ഥാപിക്കുക തന്നെ ചെയ്യും. റെയിൽവേ സുരക്ഷയിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ട്രാക്ക് ഫെയിലുവർ കണ്ടെത്തുക എന്നുള്ളത്. റെയിൽവേ ട്രാക്കിലെ ഡിഫക്റ്റുകൾ കണ്ടെത്തി ആ റെയിൽവേ ട്രാക്കുകൾ മാറ്റുക എന്നുള്ളതാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്താകെ ഏതാണ്ട് 32,000 കിലോമീറ്റർ റെയിൽ പാളങ്ങൾ മാത്രമാണ് നവീകരിച്ചതെങ്കിൽ മോഡി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിൽ 2014 മുതൽ 2024 വരെ 43,000 കിലോമീറ്റർ റെയിൽ പാളങ്ങൾ പഴയത് മാറ്റി പുതിയത് സ്ഥാപിച്ചിരിക്കുന്നു. മാത്രമല്ല അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡ് പ്രകാരം
1 മീറ്ററിന് 60 കിലോ ഭാരമുള്ള റെയിൽ പാളമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പഴയ റെയിൽ പാളങ്ങൾ മുഴുവൻ മാറ്റി ഈ 60 കിലോ 1 മീറ്ററിന് ഭാരമുള്ള പുതിയ റെയിൽ പാളങ്ങൾ രാജ്യത്ത് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ മോഡി സർക്കാരിൻ്റെ കാലത്ത് 1,30,000 കിലോമീറ്റർ റെയിൽ പാളങ്ങൾ ഈ രീതിയിൽ 60 കിലോ പെർ മീറ്റർ ഭാരമുള്ള പുതിയ റെയിൽ പാളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്ന് ഒരംഗം ചോദിക്കുന്നുണ്ടായിരുന്നു, റെയിൽ പാളങ്ങളിലെ ഡാമേജ് പഠിക്കാൻ എന്തുകൊണ്ട് അൾട്രാസോണിക് ഫ്ലോർ ഡിറ്റക്ഷൻ ടെസ്റ്റ് നടത്തുന്നില്ല എന്ന്. അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം 26,51,000 അൾട്രാസോണിക് ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരം പരിശോധനകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, വളരെ കൃത്യമായി തന്നെ ചെയ്തു പോകുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഒരു അൾട്രാസോണിക് മെഷീൻ എടുത്തുകൊണ്ട് ഒരാളിങ്ങനെ പാളങ്ങളിൽ നടന്നാണ് പരിശോധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു മനുഷ്യൻ ഈ സിസ്റ്റം കൊണ്ടു നടക്കുകയാണെങ്കിൽ എത്ര ഡേറ്റ ആയിരിക്കും ലഭിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെയിൽവേയിലേക്ക് ഫേസ് അറേ അൾട്രാസൗണ്ട് സിസ്റ്റം പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റുകൾ ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ റെയിൽവേ സോണുകളിലും ഈ ഫേസ് അറേ അൾട്രാസോണിക് ഡിറ്റക്ഷൻ സംവിധാനമുണ്ട്. ഏതാണ്ട് മുഴുവൻ സമയവും റെയിൽ പാളങ്ങളിൽ ഈ പരിശോധന നടത്തുന്നുമുണ്ട്. അതിൻ്റെ കൂടി ഡേറ്റ വെച്ച് നോക്കിയാൽ 2013-14 റെയിൽ പാളത്തിൽ ഇത്തരം ടെസ്റ്റുകളിൽ 2500 വിള്ളൽ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 2023-24 ഈ വലിയ സിസ്റ്റം ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് പോലും 300-ൽ താഴെ വിള്ളലുകൾ മാത്രമേ ഉള്ളൂ. അതായത് റെയിൽ പാളങ്ങളിലെ വിള്ളലിൽ 85% കുറവാണ് വന്നിട്ടുള്ളത്. പൂർണ്ണമായും ഇല്ലാതാക്കി 0 ആകുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണയാണ് വേണ്ടത്. അതുപോലെ തന്നെ ട്രെയിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോഗികളുണ്ടല്ലോ, LHP ബോഗികൾ, അത് ഒരു ബോഗി മറ്റൊരു ബോഗിയിലേക്ക് ഇടിച്ച് കയറാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടി നിർമ്മാണത്തിൻ്റെ കണക്കുകൾ നമുക്ക് നോക്കാം. UP സർക്കാരിൻ്റെ കാലത്ത് 2004 മുതൽ 2014 വരെ 10 വർഷം രാജ്യത്തുണ്ടാക്കിയത് വെറും 2300 LHP കോച്ചുകളാണ്. 2014 മുതൽ 2024 വരെ മാത്രം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 37,000 LHP കോച്ചുകളാണ് രാജ്യത്തുണ്ടാക്കിയത്. 37,000. ഇത്ര വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വകുപ്പിനോടും ഓരോ സിസ്റ്റത്തോടുമുള്ള വിവിധ സർക്കാരുകളുടെ സമീപനത്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അവരുടെ അധ്യക്ഷജി, ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തരല്ല, ഇതുകൊണ്ട് അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും 1950കളിൽ ഡിസൈൻ ചെയ്ത ICF ബോഗികളുണ്ട് ട്രെയിനുകളിൽ. അത് പൂർണ്ണമായും മാറ്റി എല്ലാം LHP കോച്ചുകളും അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള കോച്ചുകളും ആക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ LHP കോച്ചുകൾ തന്നെ രാജ്യത്ത് വന്നത് 1980കൾക്ക് ശേഷമാണ്. ഇപ്പോൾ LHP കോച്ചുകളെക്കാൾ ആധുനിക തരത്തിലുള്ള പുതിയ റെയിൽ കോച്ചുകൾ നമ്മൾ നിർമ്മിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ആ പുതിയ കോച്ചുകളുടെ നിർമ്മാണവും നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയർമാരായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തെ ടെക്നീഷ്യന്മാരായിരിക്കും അതുണ്ടാക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ സ്വയം പര്യാപ്ത ഭാരതം എന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്യും. ആദരണീയ അധ്യക്ഷജി, ഓരോ ജീവനും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഞാൻ ഒരിക്കലും ഈ കണക്കുകൾ സഭയിൽ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തെ അംഗങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത്. കാരണം ട്രെയിൻ അപകടങ്ങളുടെ എണ്ണം 1 ആണെങ്കിലും 10 ആണെങ്കിലും 100 ആണെങ്കിലും അത് രാജ്യത്തിനൊരു വേദന തന്നെയാണ്. പ്രതിപക്ഷത്തെ ചില അംഗങ്ങൾ അതിൻ്റെ നമ്പർ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നമ്പർ ഇവിടെ പറയുന്നത്. UPA സർക്കാരിൻ്റെ കാലത്ത് ഓരോ വർഷവും രാജ്യത്ത് 171-ലധികം ട്രെയിൻ അപകടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കിയാൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ 68% ട്രെയിൻ അപകടങ്ങൾ ഈ രാജ്യത്ത് കുറവാണ്. പക്ഷേ ഞാനിതിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അപകടം പോലും എനിക്ക് സന്തോഷം തരുന്ന ഒന്നല്ല. എത്ര കുറച്ചു എന്ന് പറഞ്ഞാലും ഒരു റെയിൽവേ അപകടം പോലും ഇല്ലാത്ത ഒരു ഭാരതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും 68% കുറഞ്ഞു എന്നതിൽ സന്തോഷിക്കുന്നില്ല. എൻ്റെയും എൻ്റെ സർക്കാരിൻ്റെയും എൻ്റെ ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ ശക്തിയും കഴിവും പണവും സാമർഥ്യവും ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനോടൊപ്പം പ്രതിപക്ഷത്തുള്ളവരും ചേർന്ന് നിൽക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രതിപക്ഷത്തു നിന്ന് അപ്പോഴും വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ തീർച്ചയായും അശ്വിനി വൈഷ്ണവ് വളരെ അസ്വസ്ഥനാണ്. കാരണം ബാലാസോർ അപകടം
അദ്ദേഹത്തിന് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. തുടർച്ചയായി 3 ദിവസമാണ് അദ്ദേഹം ആ ട്രെയിൻ അപകടമുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നത്. മോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ട്രെയിൻ അപകടമാണ് കഴിഞ്ഞ വർഷം ബാലാസോറിലുണ്ടായത്. അതിനെക്കുറിച്ച് സർക്കാർ വിശദവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു അട്ടിമറിയാണെന്നുള്ള രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അധ്യക്ഷജി, ഈ രീതിയിൽ മോശമായ ഭാഷ സംസാരിക്കുന്ന പ്രതിപക്ഷത്തുള്ള ആളുകളോട് താങ്കൾ ചോദിക്കണം, 58 വർഷം ഈ രാജ്യം ഭരിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യത്ത് 1 കിലോമീറ്റർ പോലും ATP സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ബഹളം വയ്ക്കാൻ മാത്രം അറിയാം. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തത് അത് പറയൂ. ഒന്നും ചെയ്യാതിരുന്നിട്ട് ഈ രാജ്യത്തെ നശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്ന ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ മാത്രം നിങ്ങൾക്ക് ആർജവമുണ്ട്. എന്നാൽ നിങ്ങൾ 58 വർഷം ഈ രാജ്യം ഭരിച്ചപ്പോൾ ഒരു ചുക്കും ചെയ്തില്ല. 1 കിലോമീറ്ററിൽ പോലും റെയിൽവേയിൽ ATP സ്ഥാപിച്ചില്ല. നിങ്ങളുടെ കാലഘട്ടത്തിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ഈ സഭയിൽ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. 0.24% നിന്നും 0.19 ട്രെയിൻ അപകടങ്ങൾ രാജ്യത്ത് കുറയ്ക്കാൻ കഴിഞ്ഞുവെന്ന് മമതാ ബാനർജി ഈ സഭയിൽ നിന്ന് വായിച്ചപ്പോൾ കൈയടിച്ച അതേ ആളുകൾ 0.19 നിന്നും 0.03 ഞങ്ങളുടെ കാലഘട്ടത്തിൽ ട്രെയിൻ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടും ഇപ്പോൾ ബഹളം വെക്കുന്നു. അന്ന് കൈയടിച്ചവർ ഇന്ന് ബഹളം വെക്കുന്നു. ഇതെന്ത് തരത്തിലുള്ള നീചമായ രാഷ്ട്രീയമാണ് അധ്യക്ഷജി? ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നാടിഞ്ഞരമ്പായ റെയിൽവേ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. പക്ഷെ മാറി ഇന്ന് കുറ്റം പറയുകയാണ് അവർ ചെയ്യുന്നത്. എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന ഈ പ്രതിപക്ഷത്തെ കൊണ്ട് എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്? ഈ രാജ്യത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ടും ട്രോൾ ആർമി ഉപയോഗിച്ചുകൊണ്ടും രാജ്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയാണ് സർ. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനിൽ പഴയൊരു ഭിത്തി തകർന്നു പോയതിനെക്കുറിച്ച് അവർ പുതിയതായി നിർമ്മിച്ച കെട്ടിടമാണ് തകർന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി. ഈ രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ലോകമാകെ പ്രചരിപ്പിച്ച് സ്വന്തം രാജ്യത്തിനെ ഇകഴ്ത്തുന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള നീചമായ രാഷ്ട്രീയമാണ് ഇവർ കളിക്കുന്നത് അധ്യക്ഷജി? ഒരു ദിവസം 2 കോടി ഭാരതീയരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. 2 കോടി ആളുകളാണ്. അവരുടെ മനസ്സിൽ അകാരണമായി ഭയം വിതയ്ക്കാനാണ് ഈ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഭാരതത്തിൻ്റെ നാഡീഞരമ്പായ റെയിൽവേ സംരക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന 12 ലക്ഷം റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നിങ്ങളോടെല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ കൈയടിക്കണം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ റെയിൽവേയിൽ ജോലിയെടുക്കുന്ന 12 ലക്ഷം റെയിൽവേ ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പ്രതിപക്ഷം സംസാരിക്കുന്നത്. ഞാനിവിടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, ആ 12 ലക്ഷം ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നിങ്ങളിവിടെ കൈയടിക്കണം. അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ അംഗീകരിക്കണം. അവരുടെ പരിശ്രമങ്ങൾക്ക് നമ്മൾ ആദരസൂചകമായി കൈയടിക്കണം. പ്ലീസ്. ആദരണീയ അധ്യക്ഷജി, കോൺഗ്രസ് രാജ്യത്താകെ സ്നേഹത്തിൻ്റെ കട തുറക്കാനാണ് ശ്രമിക്കുന്നത്, ഭയത്തിൻ്റെ കട തുറക്കാനാണ് ശ്രമിക്കുന്നത്. അവർ ഈ രാജ്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വെറുപ്പ് വിതയ്ക്കുന്ന, ഭയം വിതയ്ക്കുന്ന ആ കടകൾ ഞങ്ങൾ പൂട്ടിക്കും. ചില സമയത്ത് ഇതേ കോൺഗ്രസ് ഭാരതത്തിൻ്റെ അഭിമാനങ്ങളായ സൈനികരെ അപമാനിക്കുന്നു, മറ്റു ചില സമയത്ത് ഭാരതത്തിൻ്റെ അഭിമാനമായ റെയിൽവേ അപമാനിക്കുന്നു. ഇവർ എന്ത് തരത്തിലുള്ള നീചമായ രാഷ്ട്രീയമാണ് കളിക്കുന്നത് അധ്യക്ഷജി? ഈ തരത്തിൽ എങ്ങനെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? തീർച്ചയായും അവരെ നിങ്ങൾ വാൺ ചെയ്യേണ്ടതല്ലേ? ആദരണീയ അധ്യക്ഷജി, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് സഭയുടെ റെക്കോർഡിലും വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ റെയിൽവേ ഉദ്യോഗസ്ഥർ എന്ത് തരത്തിലുള്ള വെല്ലുവിളി നേരിടാനും തയ്യാറാണ്. ഈ രാജ്യത്തെ എഞ്ചിനീയേഴ്സ്, ഈ രാജ്യത്തെ ടെക്നീഷ്യൻസ് എന്ത് തരത്തിലുള്ള വെല്ലുവിളി നേരിടാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ രീതിയിൽ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങളുടെ കർമ്മത്തിലൂടെ ഞങ്ങൾ മറുപടി നൽകും. അതിനുള്ള കരുത്തും കഴിവും സാമർഥ്യവുമുള്ള ഉദ്യോഗസ്ഥർ, എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ് റെയിൽവേക്കുണ്ട്. ഞങ്ങളത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, റെയിൽവേയിൽ എന്ത് തരത്തിലുള്ള പരാതികൾ വന്നാലും അത് പരിഹരിക്കാനുള്ള സാമർഥ്യവും കഴിവും കരുത്തും ബുദ്ധിയും റെയിൽവേ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ മറുപടി നൽകും. ഞാൻ ഈ സഭയിൽ അങ്ങയിലൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് അങ്ങ് റെക്കോർഡ് ചെയ്തു വെക്കണം എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് അധ്യക്ഷജി, ഇന്നലെ പ്രതിപക്ഷത്തു നിന്നും കേരളത്തിലെ ഒരു MP മിസ്റ്റർ ബഷീർ CAG റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ബഷീർജിയുടെ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ആദരണീയ അധ്യക്ഷജി, അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടായിരുന്നു CAG റിപ്പോർട്ടിലെ SC/ST പരാമർശത്തെക്കുറിച്ച്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ആ CAG റിപ്പോർട്ട് മുഴുവൻ പരിശോധിച്ചു. അതിൽ എവിടെയും SC/ST ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കും എനിക്ക് കാണാനായില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലുമില്ല. അത്തരമൊരു ആരോപണം ആ റിപ്പോർട്ടിൽ എങ്ങുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാനതിൻ്റെ മറുപടി നൽകുക? ഇനി റെയിൽവേയിലെ ജോലിയുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, UPA സർക്കാരിൻ്റെ കാലത്ത് 2004 മുതൽ 2014 വരെ റെയിൽവേയിൽ നടത്തിയ നിയമനം എന്ന് പറയുന്നത് 4,12,000 പേർക്കാണ്. 2014 മുതൽ 2024 വരെയുള്ള കഴിഞ്ഞ 10 വർഷം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 2 വർഷം നിയമനങ്ങൾ തടസ്സപ്പെട്ടിട്ടും 5,02,000 ആളുകൾക്ക് റെയിൽവേയിൽ ജോലി കൊടുത്തു.
പിന്നെ എന്തർത്ഥത്തിലാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജോലി ലഭിക്കുന്നില്ല എന്ന്? അതിനാണ് അധ്യക്ഷി ഈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്തുന്ന ആ വെല്ലുവിളികൾ കൂടി രാജ്യം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ അതുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആദ്യ പരീക്ഷയിൽ 1,26,00,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി. 211 നഗരങ്ങളിൽ 68 ദിവസമെടുത്തിട്ടാണ് 1,26,00,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 726 സെൻറ്ററുകളിലാണ് രാജ്യത്താകെ ആ എക്സാം നടന്നത്. പക്ഷേ അധ്യക്ഷജി, ഒരു പരീക്ഷയെപ്പറ്റിയും ചോദ്യപേപ്പറിനെ പറ്റിയും ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. റെയിൽവേ ബോർഡ് നടത്തിയ രണ്ടാമത്തെ പരീക്ഷയിൽ 1,10,00,000 ആളുകളാണ് പരീക്ഷ എഴുതിയത്. 33 ദിവസത്തിലായി 99 ഷിഫ്റ്റുകളിലാണ് പരീക്ഷ പൂർത്തിയാക്കിയത്. രാജ്യത്താകെ 191 നഗരങ്ങളിൽ 551 പരീക്ഷാ കേന്ദ്രങ്ങൾ. ഒരു പരാതി പോലും ആ പരീക്ഷയെക്കുറിച്ചോ ചോദ്യപേപ്പറിനെ കുറിച്ചോ ഉണ്ടായിട്ടില്ല. 15 ഭാഷകളിലാണ് റെയിൽവേ ബോർഡ് പരീക്ഷ നടത്തിയത്. ഒരു പരാതി പോലും ഉണ്ടായില്ല. അതിനാണ് അധ്യക്ഷജി ഈ 2 പരീക്ഷകൾക്ക് ശേഷം രാജ്യത്താകെ 1,30,000 ആളുകൾക്ക് ജോലിയും ലഭിച്ചു. എല്ലാ വർഷവും വരുന്ന ഒരു ആവശ്യമാണ് റെയിൽവേക്ക് ഒരു പൊതു പരീക്ഷാ കലണ്ടർ ഉണ്ടായിരിക്കണമെന്ന്. തീർച്ചയായും ആ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വർഷം മുതൽ റെയിൽവേയിൽ കൃത്യമായ ഇടവേളകളിൽ വർഷത്തിൽ 4 തവണയായിരിക്കും അപേക്ഷകൾ സ്വീകരിച്ച് പരീക്ഷകൾ നടത്തുന്നത്. ആദ്യ വേക്കൻസി ലിസ്റ്റ് പുറത്തുവിടുകയും അതിൻ്റെ പരീക്ഷ നടത്തുകയും ചെയ്തു. രണ്ടാമത്തേത് ഏപ്രിലും, അതിനുശേഷം ജൂലൈയിലും, അതിനുശേഷം ഒക്ടോബറിലും. അങ്ങനെ എല്ലാ വർഷവും ഇനി കൃത്യമായ ഇടവേളകളിൽ വർഷത്തിൽ 4 തവണ റെയിൽവേയിലേക്ക് വേണ്ട വേക്കൻസി ഫില്ല് ചെയ്യുന്നതിനുള്ള പരീക്ഷ ഞങ്ങൾ ഈ രീതിയിൽ നടത്താൻ പോവുകയാണ്. ഈ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ 40,458 വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് ടെസ്റ്റുകൾ പൂർത്തിയായി കഴിഞ്ഞു. ആ 50,000-ലധികം ആളുകളെ ഉടൻ തന്നെ റെയിൽവേ നിയമിക്കാൻ പോവുകയാണ്. അതിന് അധ്യക്ഷജി, റെയിൽവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്നത് അതിൻ്റെ കൃത്യമായ പീരിയോഡിക് മെയിൻ്റനൻസ് ആണ്. നമ്മൾ റെയിൽവേയിൽ 100 ജോലികളുണ്ട് എന്ന് പരിഗണിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ പീരിയോഡിക്കലായിട്ടുള്ള മെയിൻ്റനൻസ് ആണ്. ഈ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സിസ്റ്റവും മാറ്റി റെയിൽവേ മെയിൻ്റനൻസിന് വേണ്ടി പുതിയൊരു സിസ്റ്റം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് റോളിംഗ് ബ്ലോക്ക് സിസ്റ്റം. അടുത്ത 24 ആഴ്ചകളിലേക്കുള്ള മെയിൻ്റനൻസ് പൂർണ്ണമായും ഷെഡ്യൂൾ ചെയ്ത് രാജ്യത്താകെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയും. കൃത്യമായി ഞങ്ങൾ അടുത്ത 24 ആഴ്ചകളിലേക്കുള്ള മുഴുവൻ മെയിൻ്റനൻസ് സംവിധാനവും ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ റോളിംഗ് ബ്ലോക്ക് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായ മെയിൻ്റനൻസ് ഇങ്ങനെ പൂർത്തിയാക്കുന്നതിൻ്റെ ഗുണം രാജ്യത്തിന് വർഷങ്ങളോളം ലഭിക്കാൻ പോവുകയാണ്. ഇനി അടുത്തതായി പറയാനുള്ളത് ലോക്കോ പൈലറ്റുകളുടെ വിഷയമാണ്. ഇവിടെ ചില ആളുകൾ ലോക്കോ പൈലറ്റുകളുടെ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുത്ത് റീലുകൾ ഇട്ട് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് റെയിൽവേയിലെ ഏറ്റവും മഹത്വമേറിയ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ഈ സർക്കാർ ചെയ്തതെന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് അപ്പോഴും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിന് മറുപടി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെപ്പോലെ റീലുകൾ ഉണ്ടാക്കി രാജ്യത്തെ ഇകഴ്ത്താൻ നടക്കുന്ന ആളല്ല, പണിയെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും വേണം. ഒരുപാടായി, മതിയാക്കൂ, അവിടെ ഇരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. കുറെ നേരമായി. മാന്യദൃഷ്ടി, ഇതെന്താണിങ്ങനെ? പ്രതിപക്ഷം എന്തൊക്കെയാണ് പറയുന്നത്? ഇതെന്തൊരു രീതിയാണ്? ഇടയ്ക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് പറയാമെന്നോ? ഇതെന്ത് രീതിയാണ്? സ്പീക്കർ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്: മാന്യമന്ത്രിജി, താങ്കൾ ഓരോരുത്തർക്കും പ്രത്യേകം മറുപടി ശ്രമിക്കേണ്ട. താങ്കൾ ചേർന്ന് നോക്കി താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അശ്വിനി വൈഷ്ണവിനെ പോലെ ഒരു ടെക്നോക്രാറ്റ്, അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ഇത്രയും പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ സഭയിൽ പറയുമ്പോഴും അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ നോക്കി അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. താങ്കൾ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. സഹിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് തോന്നുന്നു. ആദരണീയ അധ്യക്ഷജി, ലോക്കോ പൈലറ്റുകളുടെ ഡ്യൂട്ടി ക്രമത്തെക്കുറിച്ച് പരാതി പറയുന്ന ഈ പ്രതിപക്ഷം കേൾക്കാൻ വേണ്ടി തന്നെ പറയുകയാണ്. നിലവിൽ രാജ്യത്ത് ലോക്കോ പൈലറ്റുകാരുടെ ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് 2005-ലാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം, നിങ്ങൾ ഭരിക്കുന്ന കാലത്താണ്. 2005-ലാണ് ഈ ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ 2017 ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 2017 ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഗുണപ്രദമാകുന്ന രീതിയിൽ ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തി അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 2005-ഉം 2017 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുന്ന അവരുടെ റണ്ണിംഗ് റൂം ഉണ്ടല്ലോ, രാജ്യത്താകെ 557 റണ്ണിംഗ് റൂമുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തത് ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്താണ്.
ഈ ബഹളമുണ്ടാക്കുന്ന ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു റണ്ണിംഗ് റൂം പോലും AC ആക്കിയിരുന്നില്ല. ഇപ്പോൾ ലോക്കോ പൈലറ്റുമാർക്ക് വേണ്ടി വാദിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് പോയി റീലെടുക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, ഇവർ ഭരിക്കുന്ന കാലത്ത് ഒരു റണ്ണിംഗ് റൂം പോലും AC ആക്കിയിരുന്നില്ല. അതിന് അധ്യക്ഷജി, ലോക്കോമോട്ടീവുകളുടെ ക്യാബ് ഉണ്ടല്ലോ, അത് തീർച്ചയായും വളരെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നതാണ്, ഒരുപാട് ചൂടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തിരുന്ന് ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭാരതത്തിൽ 7000-ലധികം ലോക്കോമോട്ടീവ്സിൻ്റെ ക്യാബിൽ എയർ കണ്ടീഷൻ സ്ഥാപിച്ചതും ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്താണ്. അതിന് അധ്യക്ഷജി, 2014 മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, 2014 മുമ്പ് ഇന്ന് ലോക്കോ പൈലറ്റുമാരുടെ പേരിൽ സിമ്പതി പറയുന്ന, അവർക്ക് വേണ്ടി റീലുകൾ ഉണ്ടാക്കുന്ന ഈ ആളുകൾ ഭരിക്കുന്ന കാലത്ത് 2014 മുമ്പ് ഒരു ലോക്കോ പൈലറ്റിൻ്റെ ക്യാബിൽ പോലും AC ഉണ്ടായിരുന്നില്ല, ഒരെണ്ണത്തിൽ പോലും AC ഉണ്ടായിരുന്നില്ല. ആ ആളുകളാണ് ഇപ്പോൾ 7000-ലധികം ക്യാബുകളിൽ AC സ്ഥാപിച്ച് ഞങ്ങളെ കുറ്റം പറയുന്നത്, ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ബജറ്റിന് ശേഷം കേരളത്തിൻ്റെ ഒരു MP പറയുന്നുണ്ടായിരുന്നു, കേരളത്തിന് റെയിൽവേ വിഹിതം കുറവാണെന്ന്. കേരളത്തിലുള്ള എല്ലാ MP-മാരും ഇത് കേൾക്കണം. UPA സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന് നൽകിയിരുന്ന റെയിൽ വിഹിതം എന്ന് പറയുന്നത് ഏകദേശം 300-350 കോടി രൂപയായിരുന്നു വർഷാവർഷം, 300-350 കോടി രൂപ. എന്നാൽ ഏറ്റവും പുതിയ ബജറ്റ് പ്രകാരം ഒരു വർഷം കേരളത്തിന് ലഭിക്കുന്നത്, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിന് ഒരു വർഷം ലഭിക്കുന്നത് 3111 കോടി രൂപയാണ്. 3111 കോടി രൂപ ഒരു വർഷം കേരളത്തിനുള്ള റെയിൽവേ വിഹിതം മാത്രം. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ MP-യും പറയുന്നുണ്ടായിരുന്നു, അവരുടെ സംസ്ഥാനത്തിന് മോഡി സർക്കാർ വന്നതിന് ശേഷം വിഹിതം കൊടുക്കുന്നത് കുറവാണെന്ന്. എന്നാൽ അവരോട് ഞാൻ പറയുന്നു, UPA സർക്കാരിൻ്റെ കാലത്ത് തമിഴ്നാട് ലഭിച്ചിരുന്ന റെയിൽവേ വിഹിതം എന്ന് പറയുന്നത് 870 കോടി രൂപയായിരുന്നു, വർഷത്തിൽ 870 കോടി രൂപയായിരുന്നു ശരാശരി. എന്നാൽ ഇന്ന് ഏറ്റവും പുതിയ ബജറ്റ് പ്രകാരം 2024-ൽ തമിഴ്നാട് ലഭിക്കുന്നത് 6363 കോടി രൂപയാണ്. 6363 കോടി രൂപ ഒരു വർഷം മാത്രം. അതുപോലെ തന്നെ കേരളവും തമിഴ്നാടും പറയുന്നുണ്ടായിരുന്നു റെയിൽ വികസനങ്ങൾ അവരുടെ നാട്ടിൽ കുറവാണെന്ന്. അതിനപേക്ഷിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനം പ്രകാരം റെയിൽവേയുടെ സ്ഥലമേറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. പക്ഷേ സ്ഥലമേറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അങ്ങയിലൂടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളോടും അവരുടെ ലോക്സഭാംഗങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സംസ്ഥാന സർക്കാരുകളും നിങ്ങളും പൂർണ്ണമായി സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ റെയിൽ വികസനം തമിഴ്നാട്ടിലും കേരളത്തിലും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും. അതിന് വേണ്ട വിധമുള്ള ഭൂമി നിങ്ങൾ ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട്. ഞാൻ അവർക്ക് മനസ്സിലാകാനായി ഇംഗ്ലീഷിൽ തന്നെ പറയാം. ഇന്നലെ തമിഴ്നാട്ടിലെ ലോക്സഭാംഗം സഭയിൽ പറഞ്ഞ പദ്ധതിയുടെ ഓരോന്നോരോന്നായി ഞാൻ പറയാം. അട്ടിപ്പട്ടു പുട്ടൂർ പുതിയ റെയിൽ പാതയ്ക്ക് വേണ്ടി വരുന്നത് 189 ഹെക്ടർ ഭൂമിയാണ്. എന്നാൽ അവർ അക്വയർ ചെയ്ത് തന്നിരിക്കുന്ന ഭൂമിയുടെ കണക്ക് 0. എന്നിട്ടാണ് പറയുന്നത് പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന്. മധുരൈ തൂത്തുക്കുടി പുതിയ പാതയുടെ പദ്ധതി നോക്കിയാൽ പദ്ധതിക്ക് വേണ്ടി വരുന്നത് 871 ഹെക്ടർ ഭൂമി. എന്നാൽ തമിഴ്നാട് സംസ്ഥാനം ഏറ്റെടുത്ത് തന്നിരിക്കുന്നത് ഇതുവരെ 71 ഹെക്ടർ മാത്രം. മറ്റൊരു പദ്ധതി മോറപ്പൂർ ധർമ്മപുരി പുതിയ പാതയ്ക്ക് വേണ്ടി വരുന്ന ഭൂമി 91 ഹെക്ടർ. എന്നാൽ ഒരു തുണ്ട് ഭൂമി പോലും ആ പദ്ധതിക്ക് വേണ്ടി തമിഴ്നാട് സർക്കാർ ഏറ്റെടുത്ത് നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക? അതിന് അധ്യക്ഷജി, ഇതാണ് അവിടുത്തെ അവസ്ഥ. എന്നിട്ടാണ് അവർ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നുണ പറയുന്നത്. തമിഴ്നാട്ടിൽ മാത്രം റെയിൽവേ വികസന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2749 ഹെക്ടർ ഭൂമിയാണ്. നിർഭാഗ്യവശാൽ തമിഴ്നാട് സർക്കാർ ഇതുവരെ ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകിയിരിക്കുന്നത് വെറും 807 ഹെക്ടർ ഭൂമി മാത്രമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് എല്ലാ സംസ്ഥാനത്തും പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും റെയിൽവേ ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ റെയിൽവേ നെറ്റ്വർക്ക് നവീകരിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹം. പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് നൽകാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുക, പദ്ധതികൾ തുടങ്ങാനെങ്കിലും കഴിയുക? ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു റെയിൽവേ മന്ത്രി ഉണ്ടായിട്ടും അദ്ദേഹം വളരെ ശാന്തമായി തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യും വിധം പല കാര്യങ്ങൾ പറഞ്ഞ് ഈ രീതിയിൽ പെരുമാറുമ്പോഴും അദ്ദേഹം വളരെ കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് ഗോ ബാക്ക് റെയിൽവേ മിനിസ്റ്റർ ഗോ ബാക്ക് എന്നുള്ള വിളികളാണ്. ഈ രീതിയിലാണ് പ്രതിപക്ഷം സഭയിൽ പെരുമാറുന്നത്. അതിനധ്യക്ഷജി, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റെയിൽവേയിലെ വൈദ്യുതീകരണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇവിടെ ഇന്നലെ ഉണ്ടായി. അതിൻ്റെ കണക്ക് നോക്കിയാൽ റെയിൽവേയിൽ വൈദ്യുതീകരണം തുടങ്ങി 50 വർഷമായിട്ടും ആകെ 20,000 കിലോമീറ്ററിൽ മാത്രമാണ് ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായിരുന്നത്. 2014 മുമ്പ് 50 വർഷം കൊണ്ട് 20,000 കിലോമീറ്ററിൽ മാത്രമായിരുന്നു റെയിൽവേയിൽ വൈദ്യുതീകരണം നടത്തിയിരുന്നത്. എന്നാൽ 2014 മുതൽ 2024 വരെ കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം
44,000 കിലോമീറ്ററാണ് റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ രാജ്യത്ത് പൂർത്തിയാക്കിയത്. 50 വർഷം 20,000 കിലോമീറ്റർ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് 44,000 കിലോമീറ്റർ. വ്യത്യാസം നോക്കൂ. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർ കൃത്യമായി മനസ്സിലാക്കി വിലയിരുത്തി നിങ്ങൾക്കും മാർക്കിടുന്നുണ്ട്, ഞങ്ങൾക്കും മാർക്കിടുന്നുണ്ട്. അതാണ് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. 44,000 കിലോമീറ്ററിൽ പുതുതായി ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 640 കോടി ലിറ്റർ ഡീസൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നാണ്. അതായത് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പുറന്തള്ളിയിരുന്ന 400 കോടി കിലോ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് നിർത്തലാക്കാൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മരം നമുക്ക് തരുന്നത് ഒരു വർഷം 25 കിലോഗ്രാം ഓക്സിജനാണ് എന്ന് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 16 കോടി മരങ്ങൾ നമ്മൾ പുതുതായി നട്ടുപിടിപ്പിച്ചതിന് സമാനമാണ് ഈ 44,000 കിലോമീറ്ററിലെ ഇലക്ട്രിഫിക്കേഷൻ. ഈ രീതിയിൽ ആത്മാർത്ഥമായി കഠിനമായി രാജ്യത്തിന് വേണ്ടി ഇവിടുത്തെ സിസ്റ്റത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. ആ ടീമിനെ നോക്കിയാണ് ഇവർ പരിഹസിക്കുന്നത്, ഇവർ വെല്ലുവിളിക്കുന്നത്, ഈ ഇല്ലാക്കഥകൾ പറയുന്നത്, നുണകൾ പറയുന്നത്.